നമസ്കാരം. അപ്പോ ഒരു പ്രമോവും കൂടി വന്നിട്ടുണ്ട്. നന്ദന പൊളിച്ചെടുക്കുന്നുണ്ട്. നന്ദന ഈ പറയുന്ന ജാസ്മിൻ ജാഫറിനെ പൊളിച്ചടിക്കുക. ഇങ്ങനെ ജാഫർ ഇങ്ങനെ വലിച്ചു കീറി രണ്ട് സൈഡിലായിട്ട് ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ, എനിക്ക് പെരുത്തങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ, ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ചങ്കുറപ്പോടെ പറയുന്നുണ്ട് അവള്. മനസ്സിലായോ? ഇന്നലെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ജാസ്മിനെ വലിച്ചൊട്ടിക്കുകയാണ് എന്ന് തോന്നി. ചിലപ്പം പറയാൻ പറ്റില്ല, ജാസ്മിന്റെ ആ ഒരു എതിർത്ത് സംസാരിക്കാനുള്ള കഴിവ് കൊണ്ട് ചിലപ്പോൾ എവളെ വലിച്ചു കീറി ഒട്ടിച്ചാലായോ എന്ന് സംശയിച്ചു. പക്ഷേ ഇന്ന് വന്ന പ്രമേയം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് ജാസ്മിന്റെ വാ അടച്ചുള്ള മറുപടിയാണ് ആര് കൊടുക്കുന്നത്, ഈ പറയുന്ന നന്ദന കൊടുക്കുന്നത് എന്ന് മനസ്സിലാവും. അതായത് അവിടെ ഈ പറയുന്ന പ്രസ് മീറ്റ് പോലുള്ള ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അയ്യോടി എന്ന് എന്തോ പറഞ്ഞിട്ട് ഇവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നന്ദന വരുന്നു. അവിടെ ജാസ്മിൻ പറയുന്നു, ഒരടി മാറി നിന്നാൽ മതി, എന്നെ കെട്ടിപ്പിടിക്കാൻ വരണ്ട എന്ന് പറയുമ്പോൾ നന്ദന തിരിച്ചടിക്കുന്നു, നീ ഗബ്രി ചേട്ടനെ മാത്രമേ നീ കെട്ടിപ്പിടിക്കത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗബ്രിയും എവളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചടി എന്ത് പറഞ്ഞ് മനസ്സിലാകില്ല, അതങ്ങോട്ട് വേണ്ട എന്നാണ് നോർമലി. അതായത് ഗബ്രിയും എവളെയും ചേർത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അവരുടെ മേലെ എടുത്തു ചാടി അവരുടെ വായടപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതുവരെ ജാസ്മിൻ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ജാസ്മിൻ എവൾ ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ജാസ്മിൻ ഉടൻ തന്നെ തിരിച്ചടിക്കുന്നത്, എന്താ നീ പറഞ്ഞത്? പക്ഷെ അവിടെ നന്ദന പതറുന്നില്ല. നന്ദനം തിരിച്ചു അത് തന്നെ പറയുന്നു, നിനക്ക് ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പതറുന്ന ആരാണ് കാണുന്നത്? നമ്മുടെ ജാസ്മിനെ കാണുന്നു. ജാസ്മിന്റെ സൗണ്ടുകളിൽ ഉത്തരങ്ങൾക്ക് ഒരു പവർ ഇല്ലാത്തതുപോലെ തോന്നി അല്ലേ? നീ ഈ പറയുന്ന നീ പിന്നെ ആരാണ് ഈ നമ്മുടെ ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കുന്നത് നീ കണ്ടിട്ടുള്ളൂ, ഞാൻ മറ്റ് പലരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നന്ദന പറയുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട് പാതിരാത്രി വന്ന് നീ കെട്ടിപ്പിടിക്കുന്നത്, പാതിരാത്രിയുള്ള നിങ്ങളുടെ ലീലകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അത് സത്യമാണ്, നമ്മളും കാണുന്നുണ്ട്. മനസ്സിലായോ? ലീലകൾ നമ്മൾ കാണുന്നുണ്ടെന്നും നീ വേണമെങ്കിൽ അവനെ ഒട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ എന്തോ ചെയ്തോ എന്നുള്ള രീതിയിൽ നന്ദന നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ച അല്ലെങ്കിൽ ഞാൻ ആസ്വദിച്ച മറ്റൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയിൽ ഇത്രയും മുട്ടം ഫൈറ്റ് നടക്കുമ്പോൾ നമ്മുടെ നോറ ഇങ്ങനെ ഹൃദയം തുറന്ന് ചിരിക്കുന്ന, ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇത്രയും ഹൃദയം വിശാലമായി തുറന്ന് ചിരിക്കുന്ന ഒരു വ്യക്തി നോറയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടില്ല. നോറ ഉടനീളം ചിരിയായിരുന്നു. ഞാൻ പറയാം, എവളെങ്കിലും ഉണ്ടല്ലോ, നട്ടല്ലുള്ള എവളെങ്കിലും ഉണ്ടല്ലോ, നീയെങ്കിലും പറഞ്ഞല്ലോ, സായിയെ പോലെ അല്ലല്ലോ, എവള് കൃത്യമായിട്ട് പറയുന്നുള്ളൂ എന്നുള്ള ഒന്നിച്ചാൽ ഈ നോറയുടെ വിഷയം എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളിലുള്ളത് അതിപ്പോ വെറുപ്പായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് പെട്ടെന്ന് അവിടെ ഫേസിൽ വരും, അത് ഒളിച്ചു വയ്ക്കില്ല, അത് അവളെ പ്രകടിപ്പിക്കും. അത് നോറയുടെ നല്ലൊരു ഗുണമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ പറയുന്ന ജാസ്മിൻ ജാഫറിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന സംഭവമാണ് കാണുന്നത്. ഇനി മൊത്തത്തിൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ആക്ച്വലി നടന്നതെന്നുള്ളത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.